കാലിഫോർണിയ എന്ന് പറഞ്ഞ സംസ്ഥാനം, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഒരു റോഡ് ട്രിപ്പിലാണ്, ഏകദേശം ഒരു 5000 കിലോമീറ്ററുള്ള റോഡ് ട്രിപ്പിലാണ്. അതിനിടയിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നു. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും ചെയ്യുന്നുണ്ട്. നമ്മൾ കാലിഫോർണിയയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളവുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ചിന്താഗതിയിൽ ഒക്കെ ഇതിലും പിന്നെ ഒപ്പം തന്നെ ജനസമൂഹത്തിൻ്റെ ചിന്താഗതിയിലൊക്കെ അങ്ങനെ ഒട്ടനവധി ഇതുള്ളൊരു പ്രദേശമാണ് കാലിഫോർണിയയും കേരളവും. ഒരു രാജ്യമായിട്ട് കാലിഫോർണിയ നിലകൊള്ളുകയാണെങ്കിൽ, കാലിഫോർണിയ എന്ന സംസ്ഥാനം ഒരു രാജ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിരിക്കും കാലിഫോർണിയ. ഇപ്പൊ അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ, പിന്നെ ചൈന, ജപ്പാൻ, ജർമ്മനി, ഇന്ത്യ അതൊക്കെ കഴിഞ്ഞാൽ 5ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിരിക്കും കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ 50 സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനം. അത്രമാത്രം വ്യവസായവും ആണ് അവിടെ നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ എല്ലാ ടെക് കമ്പനികൾ, ഗൂഗിൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എല്ലാം ഈ സിലിക്കൺ വാലി സാൻ ഫ്രാൻസിസ്കോ എന്നാണ് ഉത്ഭവിക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ എന്നാണ്. അത് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന ട്രില്യൺസ് ഓഫ് ഡോളർ. ഇപ്പൊ ആപ്പിൾ എന്ന കമ്പനിയുടെ കുപ്പർട്ടീനോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സർക്കിളിലുള്ള ഒരു പ്രദേശമുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്നത് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ്. ഒരു ഐഫോണുകളും ടെക്നോളജിയും കമ്പ്യൂട്ടറുകളും വിറ്റ് അവരുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ. ഇതൊന്നും ഞാൻ പറയേണ്ട വിഷയങ്ങളല്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരി തെക്കോട്ട് വന്നു കഴിഞ്ഞാല് ലോസ് ഏഞ്ചൽസിൽ വന്നാല് ഹോളിവുഡിന്റെ ആസ്ഥാനാണ്. ഹോളിവുഡ് തന്നെയല്ല, ഈ സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഈ ലോസ് ഏഞ്ചൽസിനും ഇടയിൽ ഒട്ടനവധി കൃഷിയാണ് നടക്കുന്നത്. ബേക്കേഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലം, അതിനെ ബ്രെഡ് ആൻഡ് ബാസ്ക്കറ്റ് എന്താ പറയാ. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോ പിന്നെ ഈ ലോസ് ഏഞ്ചൽസിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ടെക് ആയിട്ടുള്ള ഇതുകളും കുറെ ഒട്ടനവധി വ്യവസായങ്ങൾ ലോസ് ഏഞ്ചൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരന്ന പ്രദേശമാണ്. നമ്മൾ ന്യൂയോർക്കിനെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ന്യൂയോർക്ക് കട്ട കൂടി ബിൽഡിങ്ങുകളുടെ ഒരു ഡൗൺ ടൗൺ ആണെങ്കിൽ ലോസ് ഏഞ്ചൽസ് പരന്ന് പന്തലിച്ച് കിടക്കാണ്. അവിടെ ബെവർലി ഹിൽസ്, എന്റർടൈൻമെന്റ്, ലോകത്തിന്റെ എന്റർടൈൻമെന്റ് ഷോ ബിസിനസ് ഇതിന്റെ ആസ്ഥാനമാണ് ലോസ് ഏഞ്ചൽസ് ഹോളിവുഡ് ഏരിയ. അവിടെ നിന്നും പിന്നെ തെക്കോട്ട് പോകുമ്പോൾ ഉള്ളതാണ് സാന്റിയാഗോ. മെക്സിക്കോ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സാന്റിയാഗോ എന്ന് പറഞ്ഞ പ്രദേശം. ഈ സാന്റിയാഗോയിലാണ് അമേരിക്കയുടെ എല്ലാ മിലിറ്ററിയുടെയും നേവൽ, പ്രത്യേകമായിട്ട് നേവലിന്റെയും മെറീൻസിന്റെയും ക്യാമ്പ് പെൻഡൽറ്റൺ, നോർത്ത് ഐലൻഡ്, നാസ് എന്ന് പറയും, ക്യാമ്പ് മിരാമർ, അങ്ങനെ അല്ലറ ചില്ലറ ബേസുകൾ വേറെ ഒട്ടനവധി മിലിറ്ററി ബേസുകളാണ് ആ പ്രദേശത്തുള്ളത്. 2ാം ലോക മഹായുദ്ധത്ത് കാലത്തുള്ളത്. അപ്പൊ ഈ കാലിഫോർണിയയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് അത്രമാത്രം പസഫിക് സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്നു. ഒപ്പം അവിടെ നിന്നും കപ്പലുകളും കുറെ പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്ര വലിയൊരു സമ്പദ് വ്യവസ്ഥ. അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് സാക്രമെന്റോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് അടുത്താണ് കിടക്കുന്നത്, സാക്രമെന്റോ. ഇവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുന്നത് ഗവിൻ ന്യൂസം. അദ്ദേഹം ട്രംപിന്റെ വിരുദ്ധ ചേരിയിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പ്രസിഡന്റ് ആവാൻ മോഹൻഡ് ഡെമോക്രാറ്റിക് പാർട്ടിയിലാണ്, ഇടതുപക്ഷ ചിന്താഗതിയാണ്. ട്രംപ് വലതുപക്ഷ ചിന്താഗതി, റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ഇനി നേരെ നമ്മള് കേരളത്തിലേക്ക് വരുമ്പോ നമ്മള് വിദ്യാഭ്യാസത്തിൽ ലോകത്തിൽ 2ാമത്തെയോ 3ാമത്തെയോ ഏറ്റവും മുന്തിയ ജനസമൂഹം, ഇത്രമധികം മാസ്റ്റേഴ്സ് ഡിഗ്രിയും PhDകളും ബാച്ചിലേഴ്സ് ഡിഗ്രിയും ബിടെക്കുകാരും ഒക്കെ കൂടിച്ചേർന്നൊരു പ്രദേശം ലോകത്ത് വളരെ വിരളായിരിക്കും. അത് പിന്നെ ആന്ധ്രാപ്രദേശോ അതങ്ങനെ മറ്റേ ഹൈദരാബാദ്, ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം അത്ര പൊട്ടൻഷ്യൽ ഉള്ള പ്രദേശമാണ്. വ്യാവസായികമായിട്ട് നമ്മൾ ഒട്ടനവധി എല്ലാം തല്ലി തകർന്ന് സമരമൊക്കെ ചെയ്ത് നിർത്തിപ്പിച്ചു. ഒരുത്തിനും അവിടെ ബിസിനസ് ചെയ്യും, വ്യവസായം ഒന്നും നടത്തി വളരാൻ നോക്കണ്ട. പിന്നെ നമുക്ക് കാർഷികമായ ഏലം, കുരുമുളക്, ജാതി, അങ്ങനെ ഒട്ടനവധി സുഗന്ധ വ്യഞ്ജനങ്ങളും ഒപ്പം തന്നെ പച്ചക്കറികളും, അരിയാഹാരം, അരിയും തേങ്ങയും മാങ്ങയും എല്ലാം ഉണ്ട് അവിടെ, ചക്കയും എല്ലാം ഉണ്ട്. അപ്പൊ രണ്ടും അതാത് രാജ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് കേരളവും കാലിഫോർണിയയും. ഇടതുപക്ഷ ചിന്താഗതി നമ്മുടെ അവിടെ മാറി മറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇടതുപക്ഷ ചിന്താഗതി പോലെ തന്നെയാണ്.
ഈ മാറി മറിഞ്ഞു വരുന്ന രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടി ഒരു ഇടതുപക്ഷ ചിന്താഗതിയോട് മുൻഗണന കൊടുക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചു കേരളം. നമ്മൾ കാണേണ്ടത് ഇവിടെ വരുന്ന കേരളത്തിൽ കാലിഫോർണിയയിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ അവിടുത്തെ ആ ഒരു ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ജനങ്ങളും കുട്ടികളൊക്കെ അവിടെ വരുന്നത് സിനിമാ മോഹമായിട്ട് വരുന്നവര്, അതല്ലെങ്കിൽ തൊഴിലെടുത്ത് IT-യുമായിട്ട് ബന്ധപ്പെട്ട ഇതിന് വരുന്നവരൊക്കെയാണ് കാലിഫോർണിയയിൽ ഉള്ളത്. പക്ഷേ നമ്മൾ നോക്കിക്കാണുമ്പോ കാലിഫോർണിയയിൽ ജീവിക്കുന്നവര് ചെലവ് കൂടുതലാണ്. ടാക്സ് ആയിട്ടും എല്ലാമായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കും ഒരു മനുഷ്യനെ. അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോ എന്റെ ഈ യാത്ര മാറി വിട്ടു പോവാ. 16 കൊല്ലം കാലിഫോർണിയയിൽ താമസിച്ചു. 4 നൂറ്റാണ്ട് കാലം അമേരിക്കയിൽ ജീവിച്ചിട്ട് എങ്ങും എത്താത്ത ഒരു മലയാളി ഞാനാട്ടാ, വെറുതെ പറഞ്ഞതാ. പക്ഷെ നമ്മള് ആ ഒരു കാലിഫോർണിയ നമ്മൾ ഇല്ലാണ്ടാക്കി കളയും. അപ്പൊ മുമ്പൊരിക്കലും ഒരു പാസ്റ്റർ എന്നോട് പറയായിരുന്നു, നീ കാലിഫോർണിയ വിട്ടാ നേരെയാവും. അദ്ദേഹം ഒരു സുഹൃത്താണ്. അദ്ദേഹം ഇങ്ങനെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയായിരുന്നു, അവിടെ ദുഷ്ടാത്മാക്കളുടെ പ്രദേശം എന്നാ പറയണേ. ഒരു പരിധിവരെ ഇതാണ് അവിടെ വോക്ക് മൂവ്മെന്റ്. ഇടതുപക്ഷത്തിന്റെ നമ്മുടെ നാട്ടിലും അതിപ്പോ പൊട്ടിപ്പുറപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പൊ ചുംബന സമരക്കാരെന്നൊക്കെ പറയില്ലേ, LGBTQ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷ പ്രസംഗമായി. വായ തുറക്കാൻ പറ്റില്ല, നമ്മള് വായ തുറക്കാൻ പറ്റില്ല, വിദ്വേഷ പ്രസംഗമായി, ഹെയ്റ്റ് സ്പീച്ച്. അതല്ലെങ്കിൽ നമ്മളൊരു വർഗീയവാദിയായി. അപ്പൊ പണ്ടൊന്നും സംസാരിച്ചോണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഇവന്മാരൊക്കെ പറഞ്ഞു, അയ്യോ എന്റെ ഹൃദയം പൊളിഞ്ഞു പോയി നീ പറഞ്ഞപ്പോ. അതിങ്ങനെ പൊട്ടാൻ കരയാനായിട്ട് കരുതി നിൽക്കണത് ഇതാ, കരഞ്ഞു തോൽപ്പിക്കുക അവര് നമ്മളെ. അതാണ് അവിടുത്തെ ഇത് ഗതികെടും. നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. നമ്മളെ ഒരു വലിയൊരു ശത്രുവായിട്ട് അവർ കാണാം. പക്ഷെ എനിക്ക് എന്റെ വായവല്ല നാവ് വെറുതെ വെക്കാൻ പറ്റില്ല. ഞാൻ കാണുന്ന സത്യം വിളിച്ചു പറയുന്ന പ്രകൃതക്കാരനായതുകൊണ്ട് ഞാൻ വിളിച്ചു പറയും. ഇപ്പൊ ഈ കാലിഫോർണിയയുടെ സ്ഥിതി, വെസ്റ്റ് ഹോളിവുഡ് എന്നൊക്കെ പറഞ്ഞൊരു പ്രദേശം, ഇവിടെ ഇങ്ങനെ കൂടി വന്നിരിക്കുകയാണ് ഈ ജനങ്ങള്. ഈ പറഞ്ഞ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വ്യാപ്തിപ്പെട്ട അവരെ ഞാൻ ഇത് പറയല്ലാട്ടാ. ജനങ്ങൾ പല രീതിയിലും ജനിക്കുന്നു. പക്ഷെ ഇതിനെ ഗ്ലാമറസ് ചെയ്ത് ഒരു 3-4% മാത്രമേ അവരുള്ളൂ LGBTQ സ്വവർഗരതിക്കാരെന്നൊക്കെ പറയുന്നത്. അവരെ വിധിക്കാൻ നമ്മൾ ആരുമല്ല. പക്ഷേ അവര് ഇത് ഒരു മൊത്തം ഇത് പ്രൈഡ് മാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രദേശം അങ്ങോട്ട് വെട്ടിപ്പിടിച്ചിട്ട് പിന്നെ മനുഷ്യന് ആണിനും പെണ്ണിനും 96% വരുന്ന ആണിനും പെണ്ണിനും ഒരു ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അവർ കരഞ്ഞു നേടും. കരയാനായിട്ട് നമുക്ക് വെറുതെ പോയിരുന്ന് കരയാൻ പറ്റില്ലല്ലോ. കരഞ്ഞ് അവര് ഇരയായിട്ട് നേടുന്നതിലാണ് ഇത്. അതിന് ഇത് കൂട്ടി കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് ചിന്താഗതിക്കാരും വലിയ ചില പ്രത്യേക സമുദായക്കാരൊക്കെ വന്നിട്ട് അതിനെ കാരണം അവർക്ക് ഇത് നശിച്ച് കണ്ടാലാണ് അവർക്ക് വളരാൻ പറ്റുള്ളൂ അവിടെ. അതിന് വേണ്ടിയിട്ട് ഇവർ കരയാനായിട്ട് പ്രോത്സാഹിപ്പിക്കും. എന്തിനേറെ പറയണ ഈ കാലിഫോർണിയയിൽ ഇതിപ്പോ നമ്മുടെ നാട്ടിലേക്കും വരും. ഒരു കുട്ടീനെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാല് നമ്മൾ ജനിക്കുന്ന സമയത്ത് ആ കുട്ടി ആണോ പെണ്ണാണോ എന്നൊക്കെ വിളിക്കും. ആണാണോ പെണ്ണാണെന്നൊക്കെ വിളിക്കും. ഐക്യങ്ങളോട് പോലും പറയും, നീ ആണും അല്ല പെണ്ണും അല്ല, നിനക്ക് വേണമെങ്കിൽ വേറെ ചിന്താഗതി ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കും. സ്കൂളിലെ കാര്യം പറയണം, സ്കൂളിലേക്ക് വിടാൻ പറ്റില്ല പിള്ളേരെ. അതാണ് ഇവിടുത്തെ സ്ഥിതി. ഇനി നമ്മുടെ കേരളത്തിൽ വരുമ്പോ പക്ഷേ ഇവരിതൊക്കെ കാണിക്കുന്നത് നമ്മളിപ്പോ രാഷ്ട്രീയം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഈ ന്യൂസും ട്രംപൊക്കെ വലിയ ശത്രുക്കൾ പോലെയൊക്കെ കാണുമ്പോൾ അവര് രാഷ്ട്രീയം പറയുമ്പോ ട്രംപ് അങ്ങനെ ചെയ്തില്ലേ, ന്യൂസും ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറയും. ഇവർ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ്. കാരണം ഈ കാലിഫോർണിയയിൽ ഞെക്കിപ്പിഴിഞ്ഞാണ് കാശ് മുഴുവനും അമേരിക്കയില് ഒഴുക്കാണ്. മൊത്തം അമേരിക്കയില് ഒഴുക്കിയിട്ടാണ് മറ്റുള്ളവരുടെ ചെലവ്. ഇപ്പൊ ഞാൻ ഈ പോണ പ്രദേശത്തൊക്കെ $1-2 ലക്ഷം എടുത്ത് വീട് കിട്ടും. കാലിഫോർണിയയിൽ ഒരു ഓലപ്പെരക്ക് കൊടുക്കണം $1 മില്യൺ, എത്ര 10 കോടി രൂപ കൊടുക്കണം. അതിന്റെ മേലെ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, യൂട്ടിലിറ്റീസ്, കറണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് പിഴിഞ്ഞങ്ങോട്ട് എടുക്കും. 10% സാധനം വാങ്ങണമെങ്കിൽ സാധനങ്ങളുടെ വില, റെന്റ്. അപ്പൊ മനുഷ്യൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കും കാശ് വാങ്ങിയിട്ട്. വെറുതെ കാശ് ഉണ്ടാക്കിയിട്ടുന്ന കാര്യം ജോലി അതാ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കണേ. അതിലും ഭേദം സമാധാനപരമായിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ. ഇതേ സ്ഥിതിയാണ് കേരളത്തിലും. കേരളത്തില് നമ്മുടെ ഈ മലയാളി സഹോദരന്മാര് 10-40 ലക്ഷം ഈ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലെ മരുഭൂമിയിൽ പോയിട്ട് ഇന്ത്യയിലേക്ക് മൊത്തമായിട്ട് അയക്കുന്നത് $50 ബില്യൺ. 50 ബില്യൺ. $1 ബില്യൺ. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ 10,000 കോടി രൂപയായി. അപ്പൊ $50 ബില്യൺ ആണ് ഒരു കൊല്ലം ഇന്ത്യയിലേക്ക് വരുന്നത്. അതില് 50% വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്. 50% മേലെ വരുന്നത് 60% ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ആ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ബാക്കിയുള്ളിടത്തുനിന്നും മലയാളിയാണ് ഇതിന്റെ പകുതി അയക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥനെ കൊണ്ടു നടക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ എന്ത് ചെയ്തു? കുറെ കഴിവുള്ള, അതായത് നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിവുള്ള ഒരു സ്ഥലത്ത് നിന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ച് അവിടെ ഒരു ലീഡർ ആവുന്ന പ്രകൃതക്കാരല്ല മലയാളികൾ. പക്ഷെ
അവസരം നോക്കി കാശ് ഉണ്ടാക്കാൻ, അതാണ് ഗൾഫിലേക്ക് കീഴടക്കാനും ന്യൂയോർക്കിൽ പോകാനും കഠിനാധ്വാനികളാ. കേരളത്തിൽ അധ്വാനിച്ചില്ലെങ്കിൽ അവർ പുറത്തു പോയി കാശുണ്ടാക്കാൻ വിദഗ്ധരാ. ഒരു നല്ലൊരു പൊസിഷനിലേക്ക് ആരും എത്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല മലയാളി എന്ന ആ ഒരു ലേബിളില്. ഇപ്പൊ നമ്മുടെ കാഷ് പട്ടേൽ, ഇപ്പൊ FBI ഡയറക്ടർ, അങ്ങനെയൊക്കെ ഒരു നിലയിലൊക്കെ വരുന്നുണ്ടെങ്കിലും വളരെ ഒരു ഇതിലേക്ക് മലയാളി വളരെ കുറവാണ് നേതൃത്വ നിലയിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കേരളത്തിലേക്ക് അയക്കുന്ന പൈസ മുഴുവനും ഇന്ത്യ മുഴുവനും ഒഴുക്കി വിടാണ്. മലയാളിയുടെ അധ്വാനം ഇന്ത്യയിലേക്ക് ഒഴുക്കി വിടാണ്. നേരത്തെ ഗെവിൻ ന്യൂസോം എന്ന ഇവിടുത്തെ മുഖ്യമന്ത്രിയും ട്രംപ് എന്ന പ്രസിഡന്റിനെ പറ്റി പറഞ്ഞോണം, പിണറായി വിജയൻ എന്ന ഇടതുപക്ഷ മുഖ്യമന്ത്രിയും മോഡി എന്ന BJP പ്രധാനമന്ത്രിയും സുഹൃത്തുക്കളാണ്. അവര് പുറമേക്ക് വന്ന് രാഷ്ട്രീയം എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ അത്ര സുഹൃത്തുക്കൾ ലോകത്തിലില്ല. കാരണം അതല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്കെതിരെ കേസ് വന്നപ്പോ പിണറായിക്കെതിരെ വന്നോ? വരില്ല. അതാണ് രാഷ്ട്രീയം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇതൊന്നും ഇവർക്കില്ല. എല്ലാ കാര്യങ്ങളും മോഡിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കേരളത്തിൽ നടത്തി കൊടുക്കും. തന്നെയല്ല, കേരളത്തിൽ നിന്ന് പൈസ അയച്ച് ആ പൈസ $50 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര പൈസയായിരുന്നു? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ്. ഫോറിൻ മണിയാണ് വരുന്നത്, റെമിറ്റൻസസ്. അപ്പോ അതാണ് അവിടുത്തെ ഈ രാഷ്ട്രീയ സാഹചര്യവും സാംസ്കാരിക സാഹചര്യം ഇതായിട്ട്. അതായത് അപ്പൊ ഈ വോക്ക് മൂവ്മെന്റും ഇതും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാൻ പോകുന്ന സംസ്കാരമാണ് കാലിഫോർണിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കാലിഫോർണിയയും കേരളവും തമ്മിലുള്ള ഒരു നമ്മുടെ ഈ സാമ്യം എന്ന് പറയുന്നത്. രണ്ടും വളരെ മുന്തിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും ഇതുള്ള സംസ്ഥാനം. ഇപ്പം കുറച്ചീശൊക്കെ ഇപ്പോഴാണ് ആന്ധ്രാപ്രദേശിലോ ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ കുറച്ചീശെ, പഞ്ചാബിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടുവരുന്നത്. മുമ്പ് കേരളം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഇന്ത്യ എന്ന സംസ്ഥാനത്തിന്റെ വേരാന്ന് പറയും. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വേരാണ് കേരളം എന്ന് പറയും. ആ വേരുമേ ഇന്ത്യ എന്ന രാജ്യം കെട്ടിപ്പടുത്തിയിരിക്കുകയാണെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ വേരാണ് കേരളം. അത് നമുക്ക് മനസ്സിലാവാത്തതാണ്. അതുപോലെയാണ് അമേരിക്കക്ക് കാലിഫോർണിയ. കാലിഫോർണിയ ഇല്ലെങ്കിൽ അമേരിക്ക ഇല്ല. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിലുള്ള രണ്ട് സംസ്ഥാനങ്ങളുടെ സാമ്യത്തെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ.